Hi students, today we are discussing about unit 10, the cost of production. So, we will discuss introduction, the concept of cost, private cost, social cost, money cost, explicit and implicit, real cost, sunk cost and incremental cost, economic cost and accounting cost, historical and replacement cost, cost functions both short run and long run, cost function and the time element, long run cost function, short run cost function, theory of cost in the short run, fixed cost, variable cost, total fixed cost, total variable cost, total cost, short run cost curves, average fixed cost, average variable cost, average total cost, marginal cost, relationship between marginal cost and average cost, long run cost curves, long period economic efficiency, long run average cost curve, long run marginal cost curve, relationship between the two. Okay. The concept of cost. First, private cost and social cost. Private cost of production of any output may be defined as either the purchase or the imputed value of all productive services used in producing the output and is equivalent to the total monetary sacrifice of the firm made to secure it. For cost of production ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത് നമ്മൾ പർച്ചേസിലൂടെയാകാം അല്ലെങ്കിൽ ഇമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് ഓൾ പ്രൊഡക്റ്റീവ് സർവീസസ് ആകാം. അപ്പോൾ ഇത് ഈ ഇമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് പ്രൊഡക്റ്റീവ് സർവീസസ് വി ആർ യൂസിങ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് വിൽ ബി ഈക്വലന്റ് ടു ദ ടോട്ടൽ മോണിറ്ററി സാക്രിഫൈസ് ഓഫ് ദ ഫേം. അപ്പോൾ ഒരു ഫേമിൻ്റെ ടോട്ടൽ മോണിറ്ററി സാക്രിഫൈസ് ആണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടോട്ടൽ മോണിറ്ററി സാക്രിഫൈസ് ആണ് പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ it differ from private cost on account of two reasons. First, externalities are not included in private cost. പ്രൈവറ്റ് കോസ്റ്റിൽ എക്സ്റ്റേണാലിറ്റി വരുന്നില്ല. അതായത് ഇപ്പോൾ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഫേമിനുണ്ടാകുന്ന ഗുണം ദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രൈവറ്റ് കോസ്റ്റിൽ വരുന്നത്. അതേ സമയത്ത് ആ ഫേം അവിടെ പ്രൊഡക്ഷൻ നടത്തുന്നുകൊണ്ട് സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന നഷ്ടം അല്ലെങ്കിൽ എൻവയോൺമെൻറ് ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടം കൂടെ ചേർത്തുള്ളതാണ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണാലിറ്റീസ് പ്രൈവറ്റ് കോസ്റ്റിൽ ഉൾപ്പെടുന്നില്ല, പക്ഷെ സോഷ്യൽ കോസ്റ്റിൽ എക്സ്റ്റേണാലിറ്റീസ് ഉൾപ്പെടുന്നുണ്ട്. സെക്കൻഡ്ലി, മാർക്കറ്റ് പ്രൈസസ് ഓഫ് ഗുഡ്സ് മേ നോട്ട് റിഫ്ലക്ട് ദെയർ സോഷ്യൽ വാല്യൂ ആൻഡ് ദസ് ദേ മേ ബി ഡൈവേർജൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് ആൻഡ് സോഷ്യൽ കോസ്റ്റ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസസ് ഓഫ് ഗുഡ്സ് എന്തിൽ വരുന്നില്ല, അതിലൊരിക്കലും സോഷ്യൽ വാല്യൂസ് വരുന്നില്ല. ഒരു വസ്തുവിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സോഷ്യലി ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചൊന്നും തന്നെ ആ പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് സോഷ്യൽ കോസ്റ്റിനെ പ്രൈവറ്റ് കോസ്റ്റിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത്. നെക്സ്റ്റ് മണി കോസ്റ്റ് ആണ്. മണി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മണി എക്സ്പെൻസസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഔട്ട്പുട്ട് ആണ് മണി എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ടോട്ടൽ മോണിറ്ററി സാക്രിഫൈസ് മെയ്ഡ് ടു ഒബ്റ്റെയിൻ ദാറ്റ് ഔട്ട്പുട്ട്. These costs are usually the costs shown in the accounting statements and include wage payments, raw material cost. ഇതെല്ലാമാണ് മണി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. വേജ് ആയിട്ട് പേ ചെയ്യുന്നത്, റോ മെറ്റീരിയൽസിനുണ്ടാകുന്ന കോസ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്, അതുപോലെ ഇൻഷുറൻസ് പേയ്മെൻറ്റ്, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം എന്താണ് മണി കോസ്റ്റ് ആണ്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദ യൂസ് ഓഫ് ഫേംസ് ഓൺ റിസോഴ്സസ്. ഫേമിൻ്റെ ഓൺ റിസോഴ്സ് ഉപയോഗിക്കുന്നത്, സ്വന്തം റിസോഴ്സ് ഉപയോഗിക്കുമ്പോഴുള്ള കോസ്റ്റാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫേം മറ്റുള്ള അതർ പാർട്ടീസുമായിട്ട് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ലൈക്ക് പർച്ചേസ് ഓഫ് ഇൻപുട്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലേബർ സർവീസിൻ്റെ സർവീസ് എടുക്കുന്നു, ലേബർ ഇൻപുട്സിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി റിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൽഫ്രഡ് മാർഷലാണ് ഡെവലപ്പ് ചെയ്തത്. റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വലി ഒരു ഫേം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പർച്ചേസിംഗ് പവറിൻ്റെ ടേംസിലാണ് റിയൽ കോസ്റ്റിനെ മെഷർ ചെയ്യുന്നത്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോസ്റ്റ് ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഇൻകേർഡ്. നേരത്തെ ഇൻകർ ചെയ്തതാണ്, അത് നമുക്ക് റിക്കവർ ചെയ്യാനും പറ്റാത്ത കോസ്റ്റാണ്. ഇതിനെ നമ്മൾ റിട്രോസ്പെക്റ്റീവ് കോസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓർ അതർ ആക്ടിവിറ്റി. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടുന്നതിനാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിന് വിധേയമായിട്ടാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് വരിക. അടുത്ത എക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക് ആൻഡ് അക്കൗണ്ടിങ് കോസ്റ്റ്. അക്കൗണ്ടിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡിപ്രീസിയേഷൻ എക്സ്പെൻസസ് ഫോർ ക്യാപിറ്റൽ എക്യുപ്മെന്റ് അറ്റ് റേറ്റ്സ് അലൗഡ് ബൈ ദ ടാക്സ് അതോറിറ്റീസ്. നമ്മൾ അക്കൗണ്ടിങ് മെഷർമെന്റിൽ എടുക്കുന്ന കോസ്റ്റാണ് അക്കൗണ്ടിങ്. നമ്മൾ ലയബിലിറ്റി അസറ്റ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫേമിനുണ്ടാകുന്ന അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന കോസ്റ്റാണ്. ഇക്കണോമിക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ
റാദർ ദാൻ അക്കൗണ്ടിങ് കോസ്റ്റ്. ഇപ്പം നമ്മൾ ചില കാൽക്കുലേഷൻ നമ്മളിവിടെ പഠിച്ച ഈ റിയൽ കോസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ആ റിയൽ കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഇക്കണോമിക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഹിസ്റ്റോറിക്കൽ ആൻഡ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വാസ് ആക്ച്വലി ഇൻകേർഡ് അറ്റ് ദ ടൈം ഓഫ് ദ പർച്ചേസ് ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റ് ആദ്യം വാങ്ങുമ്പോൾ, ഒരു മെഷീനറി ആണെങ്കിൽ ആദ്യം വാങ്ങുമ്പോൾ ഉള്ള ഒരു കോസ്റ്റിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്, പാസ്റ്റ് കോസ്റ്റാണ്. റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ വാങ്ങിയ മെഷീനറിക്ക് എന്തെങ്കിലും കേടുപാടുകൾ വരുമ്പോൾ നമ്മൾ മാറ്റുമ്പോൾ അതിനുവേണ്ടി ചിലവാകുന്ന കോസ്റ്റ്, അതാണ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു അസറ്റിന്റെ റീപ്ലേസ്മെന്റ് നടത്തുമ്പോൾ ചിലവാകുന്ന കോസ്റ്റാണ്. ഇനി കോസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് രണ്ട് തരത്തിലുണ്ട്, ലോങ് റണ്ണും ഉണ്ട്, ഷോർട്ട് റണ്ണും ഉണ്ട്. അപ്പം ആദ്യമേ ലോങ് റണ്ണിന്റെ നോക്കാം. ഇൻ ദ ലോങ് റൺ ടോട്ടൽ കോസ്റ്റ് ഇസ് എ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ. ഇപ്പോൾ ലോങ് റണ്ണിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നൊരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ ആണ്. അതിൽ ടോട്ടൽ കോസ്റ്റിന് നമുക്ക് യൂഷ്വലി പറയുന്ന കോസ്റ്റ് ഫംഗ്ഷൻ പോലെ തന്നെ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ ടി പി എഫ്. ഇവിടെ സി എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണല്ലോ, ക്യൂ എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ്, ടി ടെക്നോളജിയാണ്, പി എഫ് എന്ന് പറയുന്ന പ്രൈസസ് ഓഫ് റെലവെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ റെലവെന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ എന്താണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ എല്ലാം വരുന്നതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിന്റെ എല്ലാത്തിൻ്റെയും പ്രൈസസ് ആണ് പി എഫ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഷോർട്ട് റൺ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ in addition to output level, technology and factor prices, the fixed factors such as capital equipment, land, etc. determine cost of production. അപ്പോൾ ഇവിടെ ഷോർട്ട് റൺ കോസ്റ്റ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇൻ ദ ഷോർട്ട് റൺ ഒരു ഫേമിന് ഉണ്ടാകുന്ന കോസ്റ്റ് ആണ്. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഫംഗ്ഷണൽ റിലേഷൻഷിപ്പാണ് സി ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ക്യൂ ടി പി എഫ് കെ സ്റ്റാർ. അപ്പോൾ കെ എന്ന് പറയുന്നത് ഇവിടെ ഫിക്സ്ഡ് ഫാക്ടേഴ്സ് ആണ്. ഫിക്സ്ഡ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഒക്കെയാണ്, അത് നമ്മൾ ഷോർട്ട് റണ്ണിൽ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുന്നു. അതുകൊണ്ടാണ് ഈ ബാർ മുകളിൽ നമ്മൾ വര ഇട്ടിരിക്കുന്നത്. അപ്പോൾ ടെക്നോളജിയും മാറുന്നില്ല ഷോർട്ട് റണ്ണിൽ, അതുകൊണ്ടാണ് ടിയുടെ മുകളിൽ ഒരു വരയുള്ളത്. പി എഫ് എന്ന് പറഞ്ഞാൽ പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സും മാറുന്നില്ല, പിന്നെ മാറുന്ന എന്താണ്? ഔട്ട്പുട്ട് മാത്രമാണ്. അപ്പോൾ ഷോർട്ട് റണ്ണിൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഈ ഔട്ട്പുട്ടിനെ ആശ്രയിച്ചിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഇനി നമ്മൾ കോസ്റ്റ് ഷോർട്ട് റണ്ണിലെ കോസ്റ്റ് തിയറി നോക്കാം. നമ്മൾ ഷോർട്ട് റൺ കോസ്റ്റ് ഓഫ് എ ഫേം ആർ ഡിവൈഡഡ് ഇൻറ്റു ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് അല്ലേ. നമ്മൾ കോസ്റ്റിനെ എന്താണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ, ടോട്ടൽ കോസ്റ്റിനെ ഫിക്സ്ഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും ഡിവൈഡ് ചെയ്യാം. ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കോസ്റ്റാണ് ടി എഫ് സി. ടി വി സി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വിച്ച് വേരി വിത്ത് ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിനനുസരിച്ച് വേരി ചെയ്യുന്ന കോസ്റ്റാണ് ടി വി സി. അപ്പോൾ നോക്കുക, ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ സപ്ലിമെൻ്ററി കോസ്റ്റ് ആണ്, വിച്ച് ഇസ് എൻഗേജിങ് ഇൻ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. അതായത് ഏതൊരു പ്രൊഡക്ഷനും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റാണ് ഫിക്സ്ഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വിച്ച് കീപ്സ് ഗോയിങ്, കീപ്സ് ഓൺ ചേഞ്ചിങ് വിത്ത് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് മാറുന്നതനുസരിച്ച് കോസ്റ്റ് മാറുന്നതാണ് ടി വി സി എന്ന് പറയുന്നത്. ദെൻ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ബൈ ദ ഫേം ഓൺ ഫിക്സ്ഡ് ഇൻപുട്സ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇസ് ദ ഫേംസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ വേരിയബിൾ ഇൻപുട്സ് യൂസ്ഡ് ടു ക്യാരി ഔട്ട് പ്രൊഡക്ഷൻ. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഫിക്സ്ഡ് ഇൻപുട്സിൽ നടത്തുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റും, അതിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ വേരിയബിൾ ഇൻപുട്സുമാണ്. ടി വി സി റൈസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ടി വി സി എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ വേരി ചെയ്യുന്നതാണ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റോടെ ചേരുന്നതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നോക്കുക, അപ്പോൾ ഇവിടെ ഇത് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത് ടി വി സി. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് ഔട്ട്പുട്ടിനനുസരിച്ച് മാറുന്നില്ല, അതുകൊണ്ടാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണിക്കുന്നത്. ടി വി സി എന്ന് പറയുമ്പോൾ അത് ഔട്ട്പുട്ടിനനുസരിച്ച് വേരി ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഹൊറിസോണ്ടൽ സമ്മേഷൻ ആണ് ടി സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഷോർട്ട് റൺ കോസ്റ്റ് കർവ്. ഒന്നാമത് AFC മീൻസ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടെ ഷേപ്പാണ്, നമ്മൾ ഡയഗ്രാം കാണിക്കുന്നുണ്ട്. അപ്പോൾ AFC കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ TFCയെ ക്വാണ്ടിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ AFC കിട്ടുന്നു. AVC എന്ന് പറഞ്ഞാൽ TVCയെ ക്വാണ്ടിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ AVC കിട്ടുന്നു. എന്ന് വെച്ചാൽ ഇത് കോസ്റ്റ് വേരി വിത്ത് ഔട്ട്പുട്ട്, അതായത് പെർ യൂണിറ്റ് കോസ്റ്റ് ആണ്, പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ് ആണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ടോട്ടൽ കോസ്റ്റ്, ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ AFC പ്ലസ് AVC ആണ്, അല്ലെങ്കിൽ ATC is equal to TC by Q, ടോട്ടൽ കോസ്റ്റ് ബൈ Q ആണ് ATC എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി സി ബൈ ഡെൽറ്റ ക്യൂ. അതായത് ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്തിന്റെ ഫലമായിട്ട്, ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട്, ഔട്ട്പുട്ടിൽ ചേഞ്ച് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് മാർജിനൽ കോസ്റ്റ്. അപ്പോൾ there are two important points. അപ്പോൾ ഇവിടെ നമ്മൾ മാർജിനൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്ന്, എം സി കർവ് റീച്ചസ് ഇറ്റ്സ് മിനിമം പോയിന്റ് ബിഫോർ എ ടി സി ആൻഡ് എ വി സി കർവ്സ് റീച്ച് ദെയർ മിനിമം പോയിന്റ്സ്. അതായത് എ ടി സിയും എ വി സിയും മിനിമം പോയിന്റ്സ് എത്തുന്നതിന്, ഈ എ ടി സിയുടെ മിനിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എ വി സിയുടെ മിനിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് രണ്ടും മിനിമം പോയിന്റ് എത്തുന്നതിന് മുമ്പ് എം സി എന്താകണം, മിനിമം പോയിന്റ്. അപ്പം നോക്കുക, എം സിയുടെ മിനിമം പോയിന്റ് എന്ന് വെച്ചാൽ എവിടെയാണ്, ഇവിടെയാണ് മിനിമം പോയിന്റ്. അപ്പോൾ എം സി ഓൾറെഡി മിനിമം പോയിന്റ് എത്തിക്കഴിഞ്ഞു. ഇത് രണ്ട് മിനിമം പോയിന്റ് ആകുന്നതിന് മുമ്പേ എം സി എന്തായി കഴിഞ്ഞു, മിനിമം പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തത്, വെൻ എം സി കർവ്സ് റൈസസ്, എം സി കർവ് റൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ഇത് എ വി സിയുടെയും എ ടി സിയുടെയും മിനിമം പോയിന്റ്സിലൂടെ ടച്ച് ചെയ്യണം. അപ്പോൾ ഇതിന്റെ മിനിമം എ വി സിയുടെ മിനിമം പോയിന്റിലൂടെ ടച്ച് ചെയ്തിട്ടുണ്ട്, ആറാണത്, ഇത് എസ് ആണ്. അപ്പോൾ ഈ രണ്ടിന്റെയും മിനിമം പോയിന്റിലൂടെ എം സി കടന്നു പോകണം എന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷനും ഫുൾഫിൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇനി നമ്മൾ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് എന്താണ്, എൻവലപ്പ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്. അപ്പോൾ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് എപ്പോഴും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിനെ എൻവലപ്പായിട്ട് നിൽക്കുന്നു. ഇതാണ് ഈ എൻവലപ്പ് കർവ് എന്ന് പറയുന്നത്. അതായത് കുറേയേറെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്സ് ആണ് ഈ വരച്ചിരിക്കുന്നത് ഓരോന്നും. ഇതിനെ ഓരോന്നിനെയും കൂടെ നമ്മളിങ്ങനെ ഇതിൻ്റെ മിനിമം പോയിന്റ്സ് ഉണ്ടല്ലോ, ഇതാണ്ട് ഈ ടച്ചിങ് പോയിന്റ്സ്, ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് നമ്മൾ ചേർത്ത് ഇങ്ങനെ ഒരു കർവ് വരച്ചാൽ നമുക്ക് വി വിൽ ഗെറ്റ് എൽ എ സി. അപ്പോൾ ഈ എൽ എ സി എന്ന് പറയുന്ന ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവിനെ എൻവലപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതിനകത്ത് എസ് എ ടി സി മാത്രമല്ല, എസ് എ വി സി വരുന്നുണ്ട്, എസ് എം സി വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അല്ലെ എൻവലപ്പ് ചെയ്യുന്നുണ്ടാണ് ഇതിനെ എൻവലപ്പ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ പറഞ്ഞു എൽ എ സി കർവ് ടച്ചസ് ദ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഓൺ ദെയർ മിനിമം പോയിന്റ്. ഇവിടെ എൽ എ സി കർവ് എന്ന് പറയുന്നത് എസ് എ സി കർവിൻ്റെ മിനിമം പോയിന്റിലൂടെയാണ് ടച്ച് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ മിനിമം പോയിന്റ്സിൽ ടച്ച് ചെയ്തിരിക്കും എൽ എ സി കർവ്. ഇനി ലോങ് റൺ ഇക്കണോമിക് എഫിഷ്യൻസി, ലോങ് പീരീഡ് ഇക്കണോമിക് എഫിഷ്യൻസിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ലോങ് പീരീഡ് ബിഹേവിയർ ഓഫ് ദ ഫേം വിച്ച് സീംസ് ടു ബി എഫിഷ്യൻറ്റ് ഇൻ ദ ഷോർട്ട് റൺ മേ ബി ഫൗണ്ട് ടു ബി ഇൻഎഫിഷ്യൻറ്റ് ഇൻ ദ ലോങ് റൺ. ലോങ് റണ്ണിൽ ഇത് എന്താണ്, ഏതൊരു ഫേമും ബിഹേവിയർ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോങ് റണ്ണിൽ എഫിഷ്യൻ്റ് ആവാനായിട്ട് ശ്രമിക്കും, ഷോർട്ട് റണ്ണിൽ അത് ഇൻഎഫിഷ്യൻ്റ് ആണെങ്കിൽ പോലും. അപ്പോൾ എന്തുകൊണ്ടാണ് ലോങ് റണ്ണിൽ ഇക്കണോമിക് എഫിഷ്യൻസി വരുന്നത്? കാരണം ലോങ് റണ്ണിൽ ഒരുപാട് ഇക്കോണമീസ് ഓഫ് സ്കെയിലൊക്കെ വരും. കാരണം എക്സ്പാൻഷൻ ഓഫ് സ്കെയിൽ നടക്കുമ്പോൾ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ വരുമ്പോൾ ഡിമിനിഷിങ് റിട്ടേൺസ് സ്കെയിൽ ഡിക്രീസ് ചെയ്യുന്നു. നോക്കുക, എൽ എ സി ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്, ഇതാണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഈ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിനെ എൻവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. ദ ഷേപ്പ് ഓഫ് എൽ എ സി എന്ന് പറയുന്നത് എന്താണ്, ഇത് ഡിമിനിഷിങ് റിട്ടേൺസ് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ആദ്യം ഡിക്ലൈൻ ചെയ്തിട്ട് പിന്നെ മിനിമം പോയിന്റ് ചെയ്തിട്ട് പിന്നെ ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എൽ എം സി നോക്കുക, ലോങ് റൺ മാർജിനൽ കോസ്റ്റ് ഡിസിഗ്നേറ്റ്സ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് അപ്പോൺ സ്മോൾ ചേഞ്ച് ഇൻ ടോട്ടൽ ഔട്ട്പുട്ട് വെൻ ദ firm has ample time to accomplish the output changes by making the appropriate adjustment in the quantities of all resources used including those that constitute its plan. അതായത് എൽ എം സി എന്ന് പറഞ്ഞാൽ നമ്മൾ ചേഞ്ച് ആണ്. ലോങ് റണ്ണിൻ്റെ മാർജിനൽ കോസ്റ്റിലും അതുപോലെ ആവറേജ് കോസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഗിവൺ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഫേം എപ്പോഴാണ് എക്വിലിബ്രിയം ആവുന്നത്, ലോങ് റണ്ണിൽ ഇതിൻ്റെ എസ് എം സി, എൽ എം സി, എസ് എം സി, എസ് എ ടി സി, എൽ എ സി ഇത്രയും കൂടെ ഇന്റർസെക്റ്റ് ആയിരുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെയാണ് ഈ ഫേം ഒപ്റ്റിമം ഫേം ആവുന്നത്, അല്ലെങ്കിൽ ഒപ്റ്റിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ കോസ്റ്റ് ചാപ്റ്റർ. താങ്ക് യു.